നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോ ഞാനും സത്യമുള്ള പുറത്ത്. ഇനി ശ്യാമയും പപ്പയും കൂടി അവരും കൂടി പുറത്താവണം. ഭർത്താവില്ലാതെ അവരും കൂടി ഇവിടെ വന്ന് താമസിക്കണം. മോളെ, ഇതുപോലുള്ള പലവിധ ഭയങ്ങൾ കൊണ്ട് സത്യാമ്മയെ ഒളിച്ച് നീ ചെയ്ത പല കാര്യങ്ങളാ നിന്നെ ഇവിടെ എത്തിച്ചതിപ്പോ. ജീവിതത്തെ തോൽപ്പിച്ച് കളഞ്ഞത്. അങ്ങനെ പൂർണ്ണമായും പറയാൻ പറ്റില്ലമ്മേ. പ്രീതിയുടെ പ്രഗ്നൻസി ഞാൻ ഏറ്റെടുത്തതുകൊണ്ട് അമ്മ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്കൊരു ജീവിതം കിട്ടി, കുഞ്ഞിനെ കിട്ടി. അപ്പൊ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞ് അത് ഏറ്റെടുത്തതുകൊണ്ട് നിന്റെ അനിയത്തിക്ക് ഒരു ജീവിതം കിട്ടി, കുഞ്ഞിനെയും കിട്ടി അല്ലേ? ഇങ്ങനെ ഓരോരുത്തർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോ നിന്റെ ജീവിതവും മോളെ. അമ്മയ്ക്ക് നേരത്തെ തന്നെ അറിയാലോ, എനിക്ക് പ്രധാനം എന്റെ അല്ല ചുറ്റുമുള്ളവരുടെ ജീവിതം. എടി നിക്ക്. ഇപ്പോഴും നിന്റെ മനസ്സിലുള്ള ഒരു ചെറിയ ഭയം മാത്രമാ തടസ്സം. സംഭവിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയൊന്നും അല്ലെങ്കിലോ? എടി നിക്ക്. ഇപ്പോഴും നിന്റെ മനസ്സിലുള്ള ഒരു ചെറിയ ഭയം മാത്രമാ തടസ്സം. സംഭവിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയൊന്നും അല്ലെങ്കിലോ? നീ എപ്പോഴും എന്നെ കളിയാക്കാറുള്ളതല്ലേ? പുഴ വറ്റുകയും തൊടലറ്റു പോവുകയും ചെയ്ത നായ വന്ന് കടിക്കുമെന്ന് പറഞ്ഞ് പേടിക്കുന്ന ആളാ ഞാനെന്ന്. അത് വിട്ടുകള മോളെ. ചിലപ്പോ പുഴ വറ്റുകയും തൊടലറ്റു പോവുകയും ചെയ്യും അമ്മ. എന്റെ കൂടെ പിറപ്പിന്റെയും എന്റെ കുഞ്ഞിന്റെയും ജീവിതം അത് വെച്ച് കളിക്കാൻ വയ്യ മോളെ. ഡീ നിക്കാൻ ശാലിനി. ഞാനിനി എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും? ഇവളെ ഓർമ്മിപ്പിക്കുന്നതെല്ലാം ഞാൻ ഈ വീട്ടിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. വാഷ്റൂമിലെയോ ഡ്രസ്സിംഗ് ടേബിളിലെയോ കണ്ണാടിക്ക് സമീപം അബദ്ധത്തിൽ ഒട്ടിച്ചേക്കാവുന്ന ഒരു സ്റ്റിക്കർ പൊട്ട് പോലും. അപ്പോഴും 6 വർഷം നീ ഇത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നല്ലേ? അമ്മ, എനിക്ക് ജീവിക്കാൻ കുറച്ച് പ്രാണവായു വേണമായിരുന്നു. ഓ, നിനക്കിത് പ്രാണവായു അല്ലടാ? അമ്മേ, ഈ ഫോട്ടോ ഞാൻ എറിഞ്ഞുടച്ച പിന്നെ അമ്മ ഈ വിഷ്ണുവിനെ കാണില്ല. അമ്മയ്ക്ക് മാത്രമല്ല അമ്മേ, അമ്മയുടെ മകന് ശപഥം എടുക്കാനും അത് പാലിക്കാനും ഒക്കെ അറിയാം. സത്യഭാമയെ ഭയപ്പെടുത്താൻ നോക്കുക അല്ലടാ? അല്ല, സത്യം പറഞ്ഞതാ. നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷേ നമുക്കിടയിൽ ഒരു വാക്കുണ്ട്. അതോർത്തു മാത്രം ഞാൻ ഈ ഫോട്ടോ നശിപ്പിക്കാത്തത്. ഈ വരുന്ന അമാവാസി
അതുവരെ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എന്തും ചെയ്യാം. ഫോട്ടോ എന്നല്ല, ശാലിനിയെ തന്നെ നേരിട്ട് കണ്ടോ നീ? അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നല്ലോ ഞാൻ. അതിനു പകരം ഫോട്ടോയിൽ നോക്കിയിരിക്കാൻ നീ. ശാലിനിയെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി താടാ നീ. ഞാൻ വെല്ലുവിളിക്കാം നിന്നെ. അമ്മേ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. കൊച്ചുകുട്ടികളെ പോലെ ആൾക്കൂട്ടത്തിൽ കാണാതായതല്ല ശാലിനിയെ. അയാൾ മനഃപൂർവ്വം അമ്മയുടെ കൺമുന്നിൽ നിന്ന് മാറി നിൽക്കുക. അതിന്റെ കാര്യം എന്താണെന്നറിയോ അമ്മയ്ക്ക്? അമ്മ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചില്ലേ, ശാലിനി കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന്. അങ്ങനെ ചെയ്ത തൊട്ടടുത്ത നിമിഷം അമ്മ മരിച്ചോളയുന്ന്. അത് തന്നെ അമ്മേ. ആ അമ്മയുടെ എല്ലാവരുടെയും നന്മ കരുതിയിട്ട് അവള് മാറിയിരിക്കുന്നേ. അല്ലാതെ ഇങ്ങോട്ട് ഒരു ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. ശാലിനി ഉള്ളോടത്തല്ല ഞാൻ അന്വേഷിച്ചു വന്നാലും അയാൾ ഒഴിഞ്ഞു മാറി നടക്കുകയുള്ളൂ. നല്ല ന്യായമാണല്ലോടാ. 6 വർഷം അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതിനും കുറ്റക്കാരി സത്യഭാമ അല്ലേ? അതാണ് സത്യം. എടാ, അവൾ ഇങ്ങോട്ട് വരരുതെന്ന്, അല്ലെങ്കിൽ നിന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ ശാലിനിയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാടാ എന്റെ ജീവനെയും ഈ വീടിന്റെ നന്മയൊക്കെ പ്രതി അവൾ മഹാത്യാഗം ചെയ്യുന്നത്? നീ സത്യം ചെയ്ത കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എടാ വിഷ്ണു, മണ്ടനാവുന്നതിന് ഒരു പരിധിയുണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രസരിപ്പുള്ള കാലം യൗവനത്തിന്റെ 6 വർഷം. നീണ്ട 6 വർഷമാ നീ ശാലിനിയെ കാത്തിരുന്ന് പാഴാക്കി കളഞ്ഞത്. എടാ വിഷ്ണു, മണ്ടനാവുന്നതിന് ഒരു പരിധിയുണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രസരിപ്പുള്ള കാലം യൗവനത്തിന്റെ 6 വർഷം. നീണ്ട 6 വർഷമാ നീ ശാലിനിയെ കാത്തിരുന്ന് പാഴാക്കി കളഞ്ഞത്. അവളോ ഡാ, നിന്നെ എന്നേ മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങി കഴിഞ്ഞു കാണോ? എന്റെ ശാലിനിക്ക് അതിനൊന്നും കഴിയില്ല. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഈ ഒരു ന്യായവും മറുപടിയും മാത്രമേ ഉള്ളൂ നിന്റെ പക്കൽ, അല്ലേടാ? അവള് കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ ഓരോ ഞൊട്ടുന്യായങ്ങള് സൃഷ്ടിച്ചെടുക്കുക നിന്റെ മനസ്സ്. സാരമില്ല, സാരമില്ല വിഷ്ണു. സ്നേഹം കൂടുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ എടാ, ആ സ്നേഹം ഇങ്ങോട്ട് കൂടി വേണ്ടേ? എടാ, മണ്ടനാകാം, പക്ഷെ തിരുമണ്ടനാവരുത്. അമ്മ, ഞാൻ മതി. വേണ്ട, ഞാൻ പറഞ്ഞത് നീ ഓർമ്മ വെച്ചോ. അമാവാസി, അതിനു മുൻപ് നിനക്ക് ശാലിനിയെ കണ്ടെത്തി എനിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താനായില്ലെങ്കിൽ ഈ ഫോട്ടോ എന്നല്ല, നിന്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടി അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം. മനസ്സിലായല്ല? നോക്ക്, ഡിവോഴ്സിന് നീ സമ്മതിക്കും, സമ്മതിപ്പിക്കും ഈ സത്യഭാമ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.